എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തു വരുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ. ഗൗതം ഗംഭീറാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത്. ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം. ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. ആദിത്യ L1 ആണ് ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? 3 വർഷം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി 3 വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള. വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള മയിൽപീലി. മയിൽപീലിയാണ് വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ. ജസ്റ്റിസ് നിതിൻ ജംദാറാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ നാവികസേനയുടെ സംരംഭമായ ഓപ്പറേഷൻ സങ്കൽപ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ നാവികസേനയുടെ സംരംഭമായ ഓപ്പറേഷൻ സങ്കൽപ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്ര സുരക്ഷ. ഇന്ത്യൻ നാവികസേനയുടെ സംരംഭമായ ഓപ്പറേഷൻ സങ്കൽപ് സമുദ്ര സുരക്ഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി നെക്സ്കാർ 19. നെക്സ്കാർ 19 എന്ന ജീൻ തെറാപ്പിയാണ് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൺ മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൺ മ്യൂസിയം നിലവിൽ വന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ ചെയർപേഴ്സണായി നിയമിതയായത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതയായത് പ്രീതി സുദൻ. പ്രീതി സുദനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതയായത്. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ കരീബിയൻ രാജ്യം. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ കരീബിയൻ രാജ്യം ഗയാന. ഗയാനയാണ് ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യത്തെ കരീബിയൻ രാജ്യം. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖമാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം. 2024 ICC 2020 ലോകകപ്പ് ജേതാക്കൾ. 2024 ICC 2020 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയാണ് 2024 ICC 2020 ലോകകപ്പ് ജേതാക്കൾ. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി HATS ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. HATS പദ്ധതിയാണ് ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസലിംഗ് പദ്ധതി.
ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്വിസ് മിർ. ബിൽക്വിസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ഷെഫാലി വർമ്മ. ഇന്ത്യയുടെ ഷെഫാലി വർമ്മയാണ് അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിനാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ചത്. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം എന്ത് ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്? സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം എന്ത് ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുകൂടി ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ്. ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പാണ് ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ്. സ്പേസ് എക്സിൻ്റെ ബാൻഡ് വാഗൺ 1 മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ്. സ്പേസ് എക്സിൻ്റെ ബാൻഡ് വാഗൺ 1 മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് TSAT-1A. TSAT-1A എന്ന ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റാണ് സ്പേസ് എക്സിൻ്റെ ബാൻഡ് വാഗൺ 1 മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ടത്. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ പടുത്താബേട്ടിൽ നിന്നുമാണ് കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം സബ്മറൈൻ ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ദ്വാരക. ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം സബ്മറൈൻ ടൂറിസം ആരംഭിക്കുന്നത്. നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. UK-യിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ. സഞ്ജന താക്കൂറാണ് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ തപൻ കുമാർ ദേക്ക. തപൻ കുമാർ ദേക്കയാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈനമത ആത്മീയാചാര്യൻ. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ലോകേഷ് മുനി. ലോകേഷ് മുനിയാണ് US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യത്തെ കായിക സംഘടന വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ. വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷനാണ് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത
മനു ഭാക്കർ. മനു ഭാക്കറാണ് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ. ലിൻഡി കാമറൂൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത്. 2024 ജോൺ എൽ ജാക്ക് സ്വിഗഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. 2024 ജോൺ എൽ ജാക്ക് സ്വിഗഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ആണ് 2024 ജോൺ എൽ ജാക്ക് സ്വിഗഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി. യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ലിറ്റിൽ കൈറ്റ്സ്. ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയാണ് യൂണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി. ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി. ഇന്ത്യക്കാരനായ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് ഗോപിചന്ദ് തോട്ടകുര. ഗോപിചന്ദ് തോട്ടകുരയാണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ. 2024 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയാണ് 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് കെയർ സ്റ്റാർമർ. കെയർ സ്റ്റാർമറാണ് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC. HDFC ബാങ്കാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. കേരള ലളിതകലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ. കേരള ലളിതകലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. സുരേന്ദ്രൻ നായരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം ജിയ റായ്. ജിയ റായ് ആണ് ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമായി മാറിയത്. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യ. ഇന്ത്യയാണ് ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമായി മാറിയത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാംകൃഷ്ണൻ. ആർ ശ്യാംകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചെറുകഥയായ മീശക്കളനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത്. യുനെസ്കോ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത് ഗ്വാളിയോർ. മധ്യപ്രദേശിലെ ഗ്വാളിയോറാണ് യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത്. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം പുഷ്പക്. പുഷ്പകാണ് ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബംഗളൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്
വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ചത്? ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. വാക്സിൻ്റെ പേര് MEN5CV. നൈജീരിയയാണ് ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയത്. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി? ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തിയാണ് ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി. IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്? IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പേര് കേരള ക്രിക്കറ്റ് ലീഗ്. കേരള ക്രിക്കറ്റ് ലീഗാണ് IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ? 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ M. മുകുന്ദൻ. M. മുകുന്ദനാണ് 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്? 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായ്. പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച്? ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത്? ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്? വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്, IRPS. ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ് എന്നാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്? 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദ്. ദുർഗാ പ്രസാദാണ് 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്. ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റെതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര്? ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റെതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര് വാസുകി ഇൻഡിക്കസ്. വാസുകി ഇൻഡിക്കസ് എന്നാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റെതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം? ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ചത്. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിൻ്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളി? കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിൻ്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളി സന്തോഷ് വിശ്വനാഥൻ. സന്തോഷ് വിശ്വനാഥനാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിൻ്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളി. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്? മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിനാണ് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ? മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. ജെറി അമൽദേവാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ.
ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. ഡെന്നി തോമസ് വട്ടക്കുന്നേലിനാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്? പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. ഹരിഹരനാണ് പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെല ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെല ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെല ടണൽ ഉദ്ഘാടനം ചെയ്തത്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്? 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദാണ് 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി അതുൽ ഗോയൽ കമ്മിറ്റി. അതുൽ ഗോയൽ കമ്മിറ്റിയാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. പാമ്പൻ പാലമാണ് കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം. വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം. ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ ആരാണ്? ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ ഷു ഫെയ്ഹോങ്. ഷു ഫെയ്ഹോങ് ആണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ. ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ. ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ ചക്ഷു പോർട്ടലാണ് ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ. അർബുദ കോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം. അർബുദ കോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ് അർബുദ കോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരൻ. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരൻ ശ്രേയസ് ഗിരീഷ്. 13 വയസ്സുള്ളപ്പോഴാണ് ശ്രേയസ് ഗിരീഷിന് ഈ നേട്ടം. ശ്രേയസ് ഗിരീഷാണ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര. ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി.
ന്യൂഡൽഹിയിലാണ് 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്? WHO അംഗീകരിച്ച യൂവിക്കോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? WHO അംഗീകരിച്ച യൂവിക്കോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ്? കോളറ. WHO അംഗീകരിച്ച യൂവിക്കോൾ എസ് വാക്സിൻ കോളറയ്ക്ക് എതിരെയുള്ളതാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്? സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ? സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ. എസ് കെ പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്? എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം 2024 അർഹനായത് കെ പി രാമനുണ്ണി. കെ പി രാമനുണ്ണിയാണ് എസ് കെ പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി? കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ചിരി. ചിരി പദ്ധതിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ പോൾ മണലിൽ. ഡോക്ടർ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡാറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി? ഡാറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി റിലയൻസ് ജിയോ. റിലയൻസ് ജിയോ ആണ് ഡാറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2023 അർജുന അവാർഡ് നേടിയ മലയാളി? 2023 അർജുന അവാർഡ് നേടിയ മലയാളി എം ശ്രീശങ്കർ. ലോങ് ജംപ് താരമായ എം ശ്രീശങ്കറാണ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി. ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ്? ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് SIT തിരുവനന്തപുരം. SIT തിരുവനന്തപുരമാണ് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ്. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ? 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ഇ ഭാസ്കരൻ. ഇ ഭാസ്കരനാണ് 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ? 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്ത കപൂർ, വീർദാസ്. ഏക്ത കപൂറും വീർദാസുമാണ് 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI വാർത്താ അവതാരക? ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI വാർത്താ അവതാരിക സനയാണ് ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI വാർത്താ അവതാരക.
രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബിക. ഡോക്ടർ വി ആർ ലളിതാംബികയാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ്. കാസർഗോഡാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി 2024 നിയമിതയായത്. യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി 2024 നിയമിതയായത് കരീന കപൂർ. കരീന കപൂറാണ് യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി 2024 നിയമിതയായത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ ഇ.പി. നാരായണ പെരുവണ്ണാൻ. ഇ.പി. നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീജ് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീജ് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം കെൽട്രോൺ. കെൽട്രോൺ ആണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീജ് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം. മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എം.എസ്. സ്വാമിനാഥൻ. എം.എസ്. സ്വാമിനാഥനാണ് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. T50 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതെന്ന്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1 രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.